മണിപ്പൂർ കലാപം തുടങ്ങിയതിന്റെ ഒന്നാം വാർഷികമായ നാളെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ അടച്ചിടലിന് ആഹ്വാനം ചെയ്ത് കുക്കി സംഘടന. കാങ്പോക്പി ജില്ലയിൽ കൊല്ലപ്പെട്ടവരെ സംസ്കരിച്ച സെമിത്തേരിയിൽ പ്രവർത്തകർ ഒത്തുചേരണമെന്നും നിർദ്ദേശം നൽകി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, എന്താണ് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, മണിപ്പൂരിൽ സംഘർഷം അത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമായി മാറിയിട്ട് നാളേക്ക് ഒരു വർഷം പൂർത്തിയാവുകയാണ്. ഈ അവസരത്തിൽ നാളെ സമ്പൂർണ്ണ അടച്ചിടൽ സംസ്ഥാനത്ത് നടത്താനുള്ള ആഹ്വാനമാണ് കുക്കി സംഘടനയായ കമ്മിറ്റി ഓൺ ട്രൈബൽ യൂണിറ്റി നൽകിയിരിക്കുന്നത്. സദർ ഹിൽസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ആദിവാസി സംഘടനയാണ് ഈ കമ്മിറ്റി ഓൺ ട്രൈബൽ യൂണിറ്റി. ഈ സംഘർഷത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ഈ സംഘർഷത്തിൽ മരിച്ച കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് ആദരമർപ്പിക്കാനായി ഒത്തുചേരാനുള്ള ആഹ്വാനം ഈ സംഘടന നൽകിയിട്ടുണ്ട്. കാങ്പോക്പി ജില്ലയിലെ ഹൈജാങ് ഗ്രാമത്തിലെ രക്തസാക്ഷികളുടെ സെമിത്തേരിയിൽ എല്ലാവരും ഒത്തുചേരണം പ്രാർത്ഥനകൾക്കായി എന്നാണ് ആഹ്വാനം. ഒപ്പം തന്നെ ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ പൂർണ്ണ അടച്ചിടൽ നടപ്പാക്കണമെന്നും വീടുകളിലും കരിങ്കൊടി ഉയർത്തണമെന്നും വൈകിട്ട് 7 മണി മുതൽ മെഴുകുതിരി തെളിച്ചുകൊണ്ട് ഈ പ്രതിഷേധം സംഘടിപ്പിക്കണം എന്നും ആഹ്വാനം ചെയ്തിരിക്കുന്നു. കൂടാതെ ദേശീയപാതയോരങ്ങളിലടക്കം ഇത്തരത്തിലുള്ള മെഴുകുതിരി തിരിച്ചുള്ള പ്രദർശനങ്ങൾ നടത്തണം എന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കൊല്ലപ്പെട്ടവർക്ക് ആദരമായി ഗൺ സല്യൂട്ട് നൽകണമെന്നും കറുത്ത വസ്ത്രം ധരിക്കണമെന്നുമുള്ള ആഹ്വാനവും ഈ സംഘടന നൽകിയിട്ടുണ്ട്. ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ സേനയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.